നമസ്കാരം, കാസിംബായിയാണ്. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അപ്പോൾ അത് ആ സ്റ്റാളിലാണ് ഉള്ളത്. നൈറ്റ് ഡ്യൂട്ടി കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ കൂട്ടുകാരോട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിലുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആണെന്നും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് അറിയാം. പക്ഷേ യൂട്യൂബിൽ എല്ലാവർക്കും അങ്ങനെ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി വന്നതാണ്. മറ്റൊന്നുമല്ല, കുറേ പേര് ചോദിക്കുന്നു പൈസ കിട്ടി തുടങ്ങിയോ, പിന്നെ ഇപ്പോൾ വരുമാനമൊക്കെ ആയില്ലേ എന്നൊക്കെ. അപ്പം അതിനൊരു ഉത്തരം തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോഴും അത് അറിയത്തില്ല. ഈ യൂട്യൂബിനെ കുറിച്ച് അറിയാത്ത കൂട്ടുകാരാട്ടോ ചോദിക്കുന്നത്. അത് അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കുറേ ആൾക്കാർ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തു, 1K സബ്സ്ക്രൈബർ ആയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സ്ഥിതിയിൽ എന്തായാലും പൈസയും കൂടി കിട്ടി തുടങ്ങിയെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം കൂട്ടുകാർ അങ്ങനെയല്ല കേട്ടോ അതിൻ്റേത്. ഇപ്പോൾ വെച്ചാൽ ഒരു 1K സബ്സ്ക്രൈബർ ആയതുകൊണ്ട് മാത്രം നമുക്ക് അത് യൂട്യൂബ് പറയുന്നത് 1K സബ്സ്ക്രൈബർ അവരുടെ ഒരു മിനിമം ആണ് പറയുന്നത്. ആ 1K സബ്സ്ക്രൈബർ വേണം, പിന്നെ 4000 ഹവർ വാച്ച് ടൈം വേണം, പിന്നെ എന്താ പറയുക 10 മില്യൺ ഷോർട്ട് വീഡിയോസിൽ 10 മില്യൺ വ്യൂസും വേണം. ഈ 3 കാര്യങ്ങൾ കംപ്ലീറ്റ് ആണെന്നാണ് യൂട്യൂബ് പറയുന്നത്. ഈ 10 മില്യൻ്റെ ആയില്ലെങ്കിലും നമുക്കൊരു 1K സബ്സ്ക്രൈബറും അതുപോലെ 4000 ഹവർ വാച്ച് ടൈമും ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റേഷൻ അപേക്ഷിക്കാം. അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് യൂട്യൂബ് എന്ത് ചെയ്യും, നമ്മുടെ ചാനലൊക്കെ മൊത്തമായിട്ട് ഇരുന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ ചാനൽ മറ്റുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞ് എല്ലാം റെഡി ആയി കഴിഞ്ഞാലാണ് യൂട്യൂബ് നമുക്ക് മോണിറ്റേഷൻ തരുള്ളൂ. മോണിറ്റേഷൻ ആയിക്കഴിഞ്ഞാലാണ് പിന്നെ പരസ്യമോ കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. എല്ലാത്തിനെ കുറിച്ച് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന കാര്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് വന്നതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് പൈസ കിട്ടിത്തുടങ്ങുള്ളൂ. അപ്പം പിന്നെ മാത്രമല്ല നല്ല വ്യൂസ് വേണം വീഡിയോയ്ക്ക്. പിന്നെ ഈ വ്യൂയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് കാഴ്ചക്കാരുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഡോളർ കയറുന്നത്. അപ്പോൾ അങ്ങനെയാണ് പൈസ വരുന്നത്. അതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. പിന്നെ ഈ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് 1-2 വർഷം കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരാളുടെ വീഡിയോ എടുത്ത് കോപ്പി ചെയ്തുകൊണ്ടല്ല എനിക്ക് പറ്റിയത്. എനിക്ക് കോപ്പിറൈറ്റ് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മുടെ മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എഡിറ്റ് ചെയ്തപ്പം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് എന്ത് ചെയ്തു, കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു വിഷയം ചോദിച്ചത്, ഞാനൊരു അച്ചാറിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു, മാംഗോ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗൂഗിളിൽ നിന്ന് ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തു. മാങ്ങയുടെ ഫോട്ടോയും അച്ചാറിൻ്റെ ഫോട്ടോ ഒക്കെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഞാൻ എൻ്റെ തമ്പനയിൽ കൊണ്ടിട്ടു. അതിനും കോപ്പറേറ്റ് കിട്ടി. അങ്ങനെയാണ് എനിക്ക് കോപ്പറേറ്റ് വന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത് എന്തുകൊണ്ടാണ് കോപ്പറേറ്റ് വരുന്നതെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ മ്യൂസിക് ആഡ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ യൂട്യൂബിൽ നിന്ന് കണ്ട് മ്യൂസിക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ചെയ്ത വീഡിയോസൊന്നും മ്യൂസിക് ആഡ് ചെയ്യാണ്ടൊക്കെ തട്ടിവിട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോൾ സൈഡ് മ്യൂസിക്കും കൂടി ഉണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് രസമായിരിക്കില്ല. അതുകൊണ്ട് ചെയ്ത് നോക്കിയതാണ്. ഇനിയും അങ്ങനെ മ്യൂസിക്കുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ കോപ്പറേറ്റ് വന്നാൽ കണ്ടില്ലായിരുന്നു. കുറേ ആയിക്കഴിഞ്ഞാൽ ഇത് വരും എന്തായാലും. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടോ കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ കാണുന്നില്ലല്ലോ, പഴയതുപോലെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ജോലിക്ക് കയറിയ ശേഷം ആണിപ്പം എനിക്കധികം വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഞാൻ 2 മാസം നമ്മുടെ കടയിൽ നിന്ന് ഇങ്ങനെ ഒഴിവായ സമയത്ത് ഞാൻ എന്ത് വിചാരിച്ചു, കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് തന്നെ ഞാൻ എറണാകുളത്ത് പോയിട്ട് 1-2 വീഡിയോ എടുത്തു. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ വീഡിയോ എടുത്തത്. അങ്ങനെ പിന്നെ തിരുവനന്തപുരത്ത് ഞാൻ കുറച്ച് ദിവസം ജോലിക്ക് പോയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ശിവഗിരി മഠത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ഞാൻ താമസിക്കുന്നത് തൊട്ടടുത്തായതുകൊണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ എടുക്കും, പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ജോലിയല്ലേ, നമുക്ക് ജീവിക്കണ്ടേ. അപ്പം അതല്ലേ മെയിനായിട്ട് നോക്കേണ്ട കാര്യം. അല്ലാണ്ട് ഇപ്പോൾ വീഡിയോ എടുത്ത് നമുക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ എന്താ ഒരു പാഷൻ പോലെ, ഒരു ടൈം പാസിന് പോലെ തുടങ്ങിയതാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് അതിൽ വലിയൊരു ഇത് പ്രാധാന്യമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണുന്നു, അവരുടെ നല്ലതെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അത്ര തന്നെ. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് 1K സബ്സ്ക്രൈബറും കഴിഞ്ഞു. അങ്ങനെയാണ് കുറച്ച് വീഡിയോസ് ചെയ്തതിന് ശേഷം കേട്ടോ 1K സബ്സ്ക്രൈബറൊക്കെ ആയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ വിചാരിക്കുക ചില ആൾക്കാരിങ്ങനെ നമ്മളിങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും, ഇന്ന ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ആരും ഇങ്ങനത്തെ വിചാരിക്കരുത് കേട്ടോ.
നമ്മൾ പോലും അറിയാത്ത കുറേ ആൾക്കാരായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുന്നതും. അതാണ് എൻ്റെ ഒരു അനുഭവം. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ വിചാരിക്കും നമ്മളെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ കൂടെ നിൽക്കുന്നല്ല ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാർ എനിക്കിപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ പോലും അറിയാത്ത ആൾക്കാരൊക്കെയാണ് വന്നിട്ട് എനിക്ക് എൻ്റെ ഇതിനകത്ത് കൊണ്ട് കമൻറ്റ് ഇടുന്നതും യൂട്യൂബ് കാണാറുണ്ടെന്നും പറയുന്നത്. എനിക്കൊരു പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ, അല്ലാണ്ട് നമ്മളോട് എപ്പോഴും കാണുന്നവരോ അല്ലെങ്കിൽ നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരോ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു നമ്മളെ ഇങ്ങനെ പറഞ്ഞിട്ട് പോലും കുറേ ആൾക്കാർ വളരെ നമ്മൾ വീഡിയോ ചെയ്യുന്നിട്ടെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മളെ പുച്ഛത്തോടെ പുച്ഛിച്ച് സബ്സ്ക്രൈബും ചെയ്യാൻ നമ്മുടെ വീഡിയോ കാണാണ്ട് ചിലപ്പോൾ കാണുന്നുണ്ടാകും. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണാറില്ല എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഒരു ചാനൽ തുടങ്ങുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവരോടാട്ടോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ നമുക്കിപ്പോൾ നമ്മളറിയാത്ത കുറേ ആൾക്കാരായിരിക്കും നമ്മളെ യൂട്യൂബിൽ കാണാൻ വേണ്ടി വരുന്നത്. അതായിരിക്കും യൂട്യൂബ് നല്ല ഏതൊരു കാര്യം നമ്മളിപ്പോൾ ഈ യൂട്യൂബ് നല്ല നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പുറമേ നിന്ന് അവരിങ്ങനെ ചീച്ചും കളിച്ചൊക്കെ നിൽക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പക്കൗട്ടായിപ്പോയിരിക്കും കാണിക്കുന്നത്. എനിക്കിപ്പോൾ ഇതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇതിലൂടെ അല്ല പല കാര്യങ്ങളും നമ്മളിപ്പോൾ എന്തെങ്കിലും ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഉണ്ടല്ലോ നമുക്കെന്ന്. പക്ഷെ അവരാരും ഉണ്ടാവില്ല. അതിൻ്റെ കാരണം കുറേയൊക്കെ കുശുമ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരാൾ വന്നിട്ടുണ്ട്, പ്രഭേച്ചി. ഞാൻ പ്രഭേച്ചി കാണിച്ചു തരട്ടെ. നമ്മുടെ ഫ്രണ്ട്സുകൾ ഇതാ പ്രഭേച്ചി. ഹായ് പറ പ്രഭേച്ചി. അടുത്തത് മഞ്ജേച്ചി വിളിച്ചിരിക്കാണ്. കണ്ടില്ലേ? അപ്പോൾ അവർ നൈറ്റ് ഡ്യൂട്ടിയാണ് ഗൈസ്, ഞങ്ങളൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയപ്പോൾ ഹായ് പറഞ്ഞു കേട്ടാ. ചായ കുടിച്ചാ? ഭക്ഷണം കഴിച്ചാ? ഓ എൻ്റെ അടുത്ത് ചായ കുടിക്കുക അത്ര. എൻ്റെ ചായ അപ്പം നല്ല ചായ എന്നാ കേട്ടോ ഇവർ പറയുന്നത്. നമ്മുടെ വീഡിയോ ആണല്ലേ പ്രവേശി? പ്രവേശി എൻ്റെ സബ്സ്ക്രൈബറാണ് അല്ലേ? പ്രവേശിയൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടോ. ഞാൻ പ്രവേശി മഞ്ജുവച്ചി ഉണ്ട്. ഇവരൊക്കെ തന്നെയാണ് എനിക്ക് സപ്പോർട്ട്, വേറെ ആരാ ഗൈസ് എനിക്കുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും ടാറ്റാ.